ഹായ്. അപ്പോൾ ഇന്നത്തെ ഉച്ചൂണ് റെഡി ആയിരുന്നു. ഇതണ്ട ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളൻ, നല്ല ഉണക്ക മുള്ളൻ കണ്ടാ. പിന്നെ ക്യാബേജ് ഉപ്പേരി, പച്ചമുളകും, പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു സാമ്പാർ, ചെറുമട്ടത്തിൽ സാമ്പാർ. ഇത് കൂട്ടിയിട്ടേ ഇന്നൊരു പിടുത്തം പിടിക്കാം. ഇങ്ങനെ ആക്കുക. ഉണക്കമീൻ എടുക്കുക. ഉപ്പേരി എടുക്കുക. പച്ചമുളക് എടുക്കുക. കുറച്ച് ഉപ്പേരി എടുക്കുക. ശേഷം മുളൻ്റെ പകുതി എടുക്കുക. വെണ്ടയ്ക്ക, മുരിങ്ങക്കായുടെ പകുതി തന്നെ എടുക്കുക. കൂട്ടി കുഴക്കുക. ഉണ്ടോ? അപ്പോൾ ഇതൊന്നും സെറ്റാക്കട്ടെ. ഹായ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ചോറ്, ആംപ്ലേറ്റ്, കേബേജ് ഉപ്പേരി, അച്ചാർ, പച്ചമുളക്, പിന്നെ ഇതണ്ടാ നമ്മുടെ നാടൻ മോര്. മോര് കൂട്ടിയിട്ടേ ഒരു പിടുത്തം പിടിക്കുക. ഉണ്ടാ കഴിക്കുക. അല്ല ഇങ്ങനെ കുഴയ്ക്കുക. അല്ല കേൾക്കാം. പച്ചമുളക്, കാബേജ് ഉപ്പേരി, ആരങ്ങച്ചാർ, ആംപ്ലേറ്റ് എടുക്കുക. ചൂടുണ്ട് നോക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിച്ച് മിന്ന. അപ്പോൾ ഓക്കെ. ചമ്മന്തി ഉണ്ടാക്കുക വെച്ചാൽ അതേപോലെ ഉണ്ടാക്കണം. മര്യാദ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. മെയിനായിട്ട് വേണ്ടത് ചെറുള്ളി, പച്ചമുളക്, ഇത് രണ്ടും പാട് ഇത് അതേപോലെ ചതച്ചെടുക്കുക. അതിലേക്ക് ഇത്തിരി മുളക് പൊടി, ഉപ്പ്, പുളി കട്ടിയാക്കി എടുത്തത്, ഇതെല്ലാം പാടെ കൈകൊണ്ട് ഞെരടി ഇത് അതേപോലെ സെറ്റ് ആക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. കുറച്ച് കറിവേപ്പിന്റെ ഇല ലാസ്റ്റ് ചൂട് കൊടുക്കണ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഇതാ ചോറിൽ ഇതാ ഇങ്ങനെ കൂട്ടി കുഴച്ച് തിന്നുമ്പറ്റ സാറേ ചുറ്റുള്ളൊന്നും കാണില്ല. അടിപൊളി. ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് സ്പെഷ്യൽ ഇട്ടാ സ്രാവ്, ഉണക്ക സ്രാവാണ്. പിന്നെ ചീനമുളക്, നമ്മുടെ പാവയ്ക്ക ഉപ്പേരി ഉണ്ടാ, പാവയ്ക്ക ഉപ്പേരി, പിന്നെ ഇതാ നമ്മുടെ നാടൻ മുളക് വറുത്ത പുളി. ഇങ്ങനെ ചോറിക്കൽ ഒഴിക്കുക. ഇങ്ങനെ കൂട്ടി കുഴയ്ക്കുക. ഉണ്ടാ ഓക്കെ. ചീനമുളക് ഒന്നെടുക്കുക. ഉണക്ക സ്രാവ്, പാവയ്ക്ക. ഇന്ന് അമ്പലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഉച്ച കിട്ടും. അപ്പോൾ കൂടെ വന്നവൻ പറഞ്ഞു നമുക്ക് കഴിക്കല്ലേ പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ബിരിയാണി കഴിക്കാന്ന് ഞാനും പറഞ്ഞു. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിരിയാണി സെൻറ്റർ കണ്ടിട്ട് കട കണ്ടു. കുഴപ്പമൊന്നുമില്ല. ബിരിയാണി 4 പീസ് ചിക്കൻ കിട്ടി, അതിൻ്റെ പിന്നാലെ കോഴിമുട്ടയും കിട്ടി. പിന്നെ വല്ലതും പറഞ്ഞിട്ടല്ലോ ബിരിയാണി അത്ര വലിയ രസമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ 4 പീസ് ചിക്കനും ഒരു കോഴിമുട്ടയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചു. കായ് എടുത്ത് കഴിക്കണല്ലേ, മൊത്തം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ചോറിനൊന്നുമില്ലെങ്കിൽ ഇത് അതേപോലെ വെച്ച് കഴിച്ചു കൂട്ടും ഒരു രക്ഷയല്ല. അതിനായിട്ട് ഇതാ 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ലേശം ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് കൊത്തിപ്പൊടിച്ചെടുക്കുക. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. പാനിൽ കടുകൊന്ന് പൊട്ടിക്കുക. കറിവേപ്പിൻ്റെ ഇല, മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു ശകലം ഉപ്പ് ഒന്ന് മിക്സ് ആക്കുക. നേരത്തെ എടുത്ത് വെച്ച കോഴിമുട്ട ഇട്ട് കൊടുക്കുക. എല്ലാം ഇവിടെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അതേപോലെ ഒന്ന് കഴിച്ച കൂട്ടോ, ഒന്നും പറയല്ല, പൊള്ളി ടേസ്റ്റ് ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി, സാമ്പാർ,
മോര് വാർന്ന കൂട്ടാൻ ഇത് ചോറിക്കൽ ഒഴിക്കുക. നമ്മുടെ ഉപ്പേരി കുറച്ചെടുക്കുക, ഉപ്പി കുഴയ്ക്കുക. അപ്പോൾ ഓക്കെ.